രാജുവിന്റെ കയ്യിൽ നിന്ന് കൈയെടുക്ക്. വാട്ട്? കൈയെടുക്കാൻ. ഇത്ര ചീപ്പായിട്ട് പെരുമാറാൻ റോഹൻ എങ്ങനെ കഴിയുന്നു? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയല്ലേ ഞാൻ. ആ എന്റെ മുമ്പിൽ വെച്ച് മറ്റൊരു പുരുഷന്റെ ശരീരത്തിൽ കൈവയ്ക്കുന്നത് ശരിയാണെന്ന് ഹൃദയക്ക് തോന്നുന്നുണ്ടോ? റോഹൻ, നിങ്ങൾ ഇതുവരെ എന്റെ ഭർത്താവായില്ല. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ റോഹൻ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു? അവിടെ സ്റ്റേഷനിൽ അറസ്റ്റിലായി കിടക്കുന്നത് എന്റെ അച്ഛന്. അച്ഛൻ എങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന ടെൻഷനായി നിൽക്കുമ്പോഴാണോ ഇങ്ങനെ പൊസസീവ്നെസ് കാണിക്കുന്നത്? ഞാൻ രാജുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ഇതിനെ മറക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ലോ, എന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്? അതിലും മോശം കാണുന്ന നിങ്ങൾക്ക് എന്ത് മനസ്ഥിതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുമായിട്ട് എന്റെ കല്യാണം തീരുമാനിച്ചു എന്ന് കരുതി എന്റെ പൂർണ്ണ ഉത്തരവാദിത്വമൊന്നും നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അയ്യോ, ഹൃതിക എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അങ്കിൾ അറസ്റ്റിലായതിൽ എനിക്കും വിഷമമുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോ ഹൃതിക രാജുവിനോട് സഹായം ചോദിച്ചത് എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നോട് സഹായം ആവശ്യപ്പെടാമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെന്റെ പൊസസീവ്നെസ് ആയി കാണണ്ട പ്ലീസ്. പിന്നെ ഞാൻ പറഞ്ഞത് ഹൃതികയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, എക്സ്ട്രീംലി സോറി. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ അങ്കിളിനെ പുറത്തിറക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാം. ഞാനിവിടെ ഇല്ലേ, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഋതികെ, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് മയക്കുമരുന്ന് കൈവശം വെച്ചതിന്. ഞങ്ങൾ അറിഞ്ഞു ദീപക്കെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള്. അമ്മ വിവരം അറിഞ്ഞോ? ഇല്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നാ ആലോചന മാത്രമേ നടക്കൂ.